പല ആരോഗ്യ വാർത്തകളും ഈ കാലഘട്ടത്തിൽ വൈറലാവാറുണ്ട്. ഈ ഇടയ്ക്ക് വൈറലായ ഒരു ന്യൂസാണ് നായ നക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ വംശജയായ ഒരു യുവതിക്ക് അണുബാധ വരികയും കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥ വരികയും ചെയ്തു എന്നുള്ളത്. ഇത് എത്രത്തോളം സത്യമാണ്? മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ വളരെയധികം ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. കാപ്നോസൈറ്റോഫാഗ സെപ്സിസ് വിത്ത് പർപ്യൂറ ഫൾമിനൻസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാങ്കേതികമായ ടെർമിനോളജി. കാപ്നോസൈറ്റോഫാഗ എന്നുള്ളതൊരു ബാക്ടീരിയയാണ്, നായയുടെ തുപ്പലിൽ ഉള്ളതാണ് അത്. യൂഷ്വലി നമ്മളുടെ ഒരു ഇൻടാക്ട് സ്കിന്നിൽ, അതായത് മുറിവൊന്നും ഇല്ലാത്ത ത്വക്കിൽ നക്കിയാൽ നമ്മൾക്ക് അസുഖമൊന്നും വരത്തില്ല. പക്ഷേ നമ്മളുടെ ത്വക്ക് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നായ നക്കുകയാണെങ്കിലോ അതുപോലെയുള്ള ബാക്കി പെറ്റുകൾ നക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കാം? ആ മുറിവിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് ഈ അണു കയറാം, അത് ബ്ലഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം, സെപ്സിസ് എന്നുള്ള രോഗാവസ്ഥ ഉണ്ടാവാം. സെപ്സിസ് എന്നുള്ള രോഗാവസ്ഥയ്ക്ക് പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. BP കുറഞ്ഞു പോകാം, ബാക്കിയുള്ള അവയവങ്ങളെ അത് ബാധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ രക്തം കട്ട പിടിക്കാം. രക്തം നമുക്കറിയാം യൂഷ്വലി ഒഴുകുന്നുണ്ട്. രക്തം നമ്മുടെ എല്ലാ അവയവങ്ങളിലോട്ട് എത്തുന്നത് കാരണമാണ് ആ അവയവങ്ങളെല്ലാം ജീവനോടെ നിൽക്കുന്നത്. പക്ഷേ രക്തം കട്ട പിടിച്ചാൽ എന്ത് പറ്റും? ആ അവയവങ്ങളിലോട്ട് രക്തയോട്ടം ഉണ്ടാകത്തില്ല. രക്തയോട്ടം ഉണ്ടാവാത്ത അവയവം നശിച്ചു പോകും. അതിൻ്റെ മെഡിക്കൽ ടെർമിനോളജിയാണ് ഗാംഗ്രീൻ. അപ്പോൾ സെപ്സിസ് വന്നിട്ട് രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ, സെപ്സിസ് വിത്ത് DIC എന്ന് വെച്ചാൽ ഡിസമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ. ഈ കൊയാഗുലേഷൻ വന്ന് രക്തയോട്ടം കുറഞ്ഞു പോയതാണ് ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് ഈ യുവതിയെ നയിച്ചത്. 2 കൈയിലോട്ടും 2 കാലുകളിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞത് കാരണം നമ്മൾക്ക് കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. ഇത് എല്ലാവർക്കും വരുമോ? എല്ലാ പെറ്റ്സിൻ്റെ ഓണേഴ്സും നമ്മൾ പേടിക്കണോ എന്നുള്ളൊരു സ്വാഭാവികമായ ഒരു സങ്കോചം നമുക്കെല്ലാവർക്കും വരാം. അറിഞ്ഞിരിക്കേണ്ടത് 1 മില്യണിൽ ഒരാൾക്ക് മാത്രം, അതായത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഇതുപോലെയുള്ള സെപ്സിസ് വരാനുള്ള സാധ്യത. അതിനാൽ തീർച്ചയായും നമ്മൾ പേടിക്കേണ്ടതില്ല, മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. നമ്മളുടെ മുറിവുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 20 സെക്കൻഡെങ്കിലും റണ്ണിങ് വാട്ടറിൽ, വെള്ളത്തിൽ നമ്മളത് കഴുകണം. കഴുകി ഒപ്പി ഉണക്കിയതിന് ശേഷം ഒരു ബാൻഡേഡ് അപ്ലൈ ചെയ്യുക. അതോടുകൂടി നായ പോലെയുള്ള പെറ്റ്സ് നേരിട്ട് ആ മുറിവിൽ നക്കുവാനുള്ള ഒരു സാധ്യതകൾ കുറയും. ഡെഫിനറ്റ്ലി പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണല്ലോ. നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരാമെന്നറിഞ്ഞിരിക്കുക. ചെറിയ ചെറിയ പ്രിവെൻഷൻസ് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ചെയ്യുക. പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് വേവരാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല.